ഇന്ന് ഞങ്ങൾ മുരിങ്ങയ്ക്ക പിച്ചപ്പോഴേ മേളിലോട്ടുള്ളൊരു കമ്പി കുറേ മുരിങ്ങയ്ക്ക കിടന്നായിരുന്നു. അത് പിച്ചാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ തോട്ടം വെച്ച് പിടിച്ചപ്പോൾ ആ കമ്പി ഇങ്ങനെ ഒടിഞ്ഞു വീണു. അപ്പോൾ അതിനകത്ത് നിറയെ മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെയൊന്ന് കാണിക്കാം. നല്ലൊരു പാത്രം മുരിങ്ങപ്പൂ കിട്ടി. അപ്പോൾ ഈ മുരിങ്ങപ്പൂ വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു തോരൻ വെക്കാം. ഈ മുരിങ്ങപ്പൂ വെച്ച് ഞാൻ വേറൊരു തോരൻ ഉണ്ടാക്കി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കണം. ഇന്ന് അതിലും വ്യത്യസ്തമായിട്ടൊരു തോരൻ ഉണ്ടാക്കാം. അപ്പം ഈ മുരിങ്ങപ്പൂ വെച്ച് നമുക്കിന്നൊരു നല്ല തോരൻ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ വാവാ റോയി വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് താണ്ട ഈ റെഡ് കളറിൻ്റെ പരിപ്പ്, കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് രണ്ടായിട്ട് പൊളത്തി ഇട്ട് കൊടുക്കാം, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ്, ചുവന്നുള്ളി കട്ട് ചെയ്ത്, ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം, ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ വൃത്തിയായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനകത്തോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ ഇട്ട് കൊടുക്കാം. അത് അരപ്പുമായിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പ് പാത്രം കഴുകി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതേ നമ്മുടെ പരിപ്പ് വറുത്തിട്ട മുരിങ്ങപ്പൂ തോരൻ റെഡി.